എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഈ മാസം അവസാനത്തോടെ എന്തായാലും പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ തോൽക്കും എന്ന് പേടിയുള്ളവർ നിർബന്ധമായും ഈ വീഡിയോ കണ്ടിരിക്കുക. കാരണം നിരവധി വിദ്യാർത്ഥികൾ ആശങ്കകൾ അറിയിക്കുന്നുണ്ട്, പരാതികൾ പറയുന്നുണ്ട്. തോൽക്കുമോ സാറേ, പേടിയാകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും സ്കൂൾ ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ വീഡിയോ ആവശ്യമുള്ള നിരവധി വിദ്യാർത്ഥികൾ അവിടെ കാണും. അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഈ മാസം അവസാനത്തോടെ 28, 29, 30, 31 അല്ലെങ്കിൽ ജൂൺ 1, 2 കൂടി എന്തായാലും തന്നെ ഒരു ദിവസം പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ സാധ്യതകളൊക്കെ വെച്ച് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എന്തായാലും +1 റിസൾട്ട് ഉണ്ടാകും എന്നാണ് സാധ്യതകൾ പറയുന്നത്. അധികം വൈകാൻ സാധ്യതയില്ല. കാരണം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, വാല്യുവേഷൻ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു, ടാബുലേഷൻ വർക്കുകൾ കഴിഞ്ഞു. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഈ കുറി SLCയും +2 SLC എത്രയാണ് 11 ദിവസം നേരത്തെയും, +2 16 ദിവസം നേരത്തെയുമാണ് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് റിസൾട്ട് ഉടൻ തന്നെ ഉണ്ടാകും. അപ്പോൾ തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തോൽക്കുമെന്നോർത്ത് യാതൊരു ടെൻഷനും വേണ്ട. കാരണം നിങ്ങളുടെ +1 മാർക്കല്ല നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് തീരുമാനിക്കുന്നത്. +2 കൂടി മാർക്ക് ആഡ് ആകുമ്പോഴാണ് നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് അതായത് നിങ്ങൾ പാസ്സായോ പാസ്സായില്ലയോ എന്ന് തെളിയിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക് വെച്ച് നിങ്ങൾ തോറ്റു എന്നല്ല അർത്ഥം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് ഫെയിലായിപ്പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ആ വിഷയത്തിന് കൂടുതൽ മാർക്ക് എടുക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇയറിൽ മാർക്ക് കുറവാണെങ്കിലും നിങ്ങൾ ആ വിഷയം പാസ്സാകും. അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക് മാത്രം നോക്കിയിട്ടല്ല നിങ്ങളെ ജയിപ്പിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ മാർക്ക് നോക്കിയിട്ടല്ല നിങ്ങളുടെ ജയം തീരുമാനിക്കുന്നത്. സെക്കൻഡ് ഇയറിലെ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്കും കൂടി വരുമ്പോഴാണ് നിങ്ങൾ ജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 എന്ന് പറഞ്ഞ് ടോട്ടൽ, അത് ഫസ്റ്റ് ഇയർ 24, സെക്കൻഡ് ഇയർ 24 എന്ന് പറഞ്ഞ് ടോട്ടൽ 48 മാർക്കാണ് ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം 2 വർഷവും കൂടി കൂടുമ്പോൾ പരീക്ഷ എത്രയാണ് വരുന്നത്? 200-ലാണ് വരുന്നത്. അതിൽ 160 മാർക്ക് നിങ്ങൾ എഴുതിയെടുക്കുന്നതും 40 മാർക്ക് അധ്യാപകൻ CE മാർക്കായി നൽകുന്നതും. അപ്പോൾ അതിൽ ആ 160-ൽ 48 എഴുതിയെടുക്കുന്ന വിദ്യാർത്ഥി പാസ്സാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോക്കുന്ന ആ വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ 24-ഉം സെക്കൻഡ് ഇയറിൽ 24-ഉം കൃത്യം കിട്ടിയോന്നല്ല, 2 വർഷത്തെയും കൂടി മാർക്ക് കൂട്ടുമ്പോൾ 48 മാർക്ക് തികയുന്നുണ്ടോ എന്നാണ്. അത് ഫസ്റ്റ് ഇയറിൽ 24 മാർക്ക് എടുത്താലേ ജയിക്കുള്ളൂ നിർബന്ധമൊന്നുമില്ല. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കൂടുതൽ എടുത്താൽ ജയിക്കും. അതായത് 2 വർഷത്തെ മാർക്കും കൂടെ കൂട്ടുമ്പോൾ, ടോട്ടൽ കൂട്ടുമ്പോൾ, അതായത് പരീക്ഷ 180-ലാണ്. അപ്പോൾ 2 വർഷത്തെയും കൂടെ കൂട്ടുമ്പോൾ 160-ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ ആ 160-ൽ നിങ്ങൾക്ക് 48 കിട്ടിയോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അതായത് 160 മാർക്കിലാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ വരുന്നത്. 80 + 80 160. അപ്പോൾ ആ 160-ൽ നിങ്ങൾക്ക് 48-ന് മേലെ കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തിന് ആ വിദ്യാർത്ഥി പാസ്സാണ്. അതായത് 2 വർഷത്തെയും കൂടി കൂടുമ്പോഴാണ് 48 തികയേണ്ടത്. അങ്ങനെയാണ് നിങ്ങളെ പാസ്സാക്കുന്നത്. അല്ലാതെ ഫസ്റ്റ് ഇയറിൽ ഒരു വിഷയത്തിന് പോയെന്ന് വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തോറ്റു എന്നല്ല അതിനർത്ഥം. നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് +2-ൽ എഴുതാം. തീർച്ചയായും നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഒപ്പം അതായത് എല്ലാ അറിയിപ്പുകളും കൃത്യമായിട്ട് എത്തിക്കാൻ ഞാനുണ്ടാകും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ, ഇറ്റ്സ് മീ സ്കറിയ സൈനിങ് ഓഫ്.